വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അഭിനയിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ കാളിദാസൻ ചെയ്യണ കാണുമ്പോൾ എങ്ങനെയാ ചെയ്തെടുക്കണേന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടേത് വളരെ ചെറിയ സെറ്റായിരുന്നു, ഒരു 7 മുതൽ 10 പേര് വരെയൊക്കെയുള്ള കൊച്ചു സെറ്റായിരുന്നു. കൊറോണ പീക്ക് ടൈമിൽ 2021 നമ്മളിത് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ എനിക്ക് കാൻഡിഡ് ആയിട്ടൊരു ഗേളി ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും കിട്ടാറില്ല. അപ്പം സട്ടിൽ പരിപാടികളൊന്നും എനിക്ക് കിട്ടാറില്ല. ഞങ്ങൾ റാന്നി പോയിട്ട് അവിടെ ഒരു വഴക്കുണ്ടായി, ഒരു അടിപിടി ഉണ്ടായിട്ട് നമ്മൾ അവിടെ നിന്ന് ഞങ്ങളുടെ സെറ്റ് കൊണ്ടുപോയി ലോറിയിൽ കയറി ആണ് രക്ഷപ്പെടണം എറണാകുളത്തേക്ക്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ് ഞങ്ങൾ. കുറെ ചേട്ടന്മാരൊക്കെ പറയുമായിരുന്നു അന്നത്തെ മുറിവ് ഉണങ്ങിയത് ഇപ്പോഴാണ്. എന്താണ് നമുക്കൊരു ചലഞ്ചിലേക്ക് പോയാലും ഞാൻ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. താമര തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളകുരുളും. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. അഭിനയിച്ച രണ്ടാമത്തെ ചിത്രത്തിന് തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു മിടുക്കിയാണ് എന്നോടൊപ്പം ഉള്ളത്. അതെ, പൊമ്പിളെ ഒരുമ എന്ന ചിത്രത്തിൽ മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുത്ത ശ്രീഷ്മ ചന്ദ്രനാണ്. വെൽക്കം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം അഭിനയിച്ച രണ്ടാമത്തെ സിനിമയ്ക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് അങ്ങ് മേടിച്ചു. എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? എങ്ങനെയാണ് ആ ഒരു സന്തോഷം? സറിയൽ എന്ന് ചുരുക്കി ഒറ്റ വാക്കിൽ പറയാം. ഞാൻ വേറൊരു വേർഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. എൻ്റെ ഫീലിങ്സ് എനിക്ക് പറയാൻ, വാക്കുകളിലൂടെ പറയാൻ കഷ്ടമാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ സിങ്ക് ഇൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ ഒരു തോട്ടിൽ ഇപ്പോഴും എത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്ന ആ ദിവസം? അതിന് മുന്നേ എന്തെങ്കിലും കൺഫർമേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നോ? വലിയ ഒന്നുമില്ല. തലേന്ന് വിപിൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു മറ്റന്നാളാണ് സ്റ്റേറ്റ് അവാർഡ് എന്നുള്ള പോലെ. നമ്മൾ വിപിൻ ചേട്ടൻ ഒന്ന് പോകും, പേടിപ്പിക്കല്ലേ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ വിപിൻ ചേട്ടന് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിത് ചെയ്യുന്ന സമയം മുതലേ വിപിൻ ചേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ കിട്ടും ഉറപ്പിച്ച് പറയലുണ്ട്. നമ്മൾ സൈനയിൽ OTT ഇത് റിലീസാവുന്നതിൻ്റെ 2ാമത്തെ ദിവസം വിപിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഈ അവാർഡ് കിട്ടും, നീ അത് ഈ മെസ്സേജ് സ്റ്റാർ ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനന്ന് രാവിലെ തൃശ്ശൂർ ഒരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഞാൻ അറിയണത്. ഞാൻ റോഡിൽ ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായിരുന്നു പെട്ടെന്ന് എങ്ങനെയാണ്, അതായത് അനൗൺസ് ചെയ്യുന്നു, ടിവിയിലൊക്കെ വരുന്നു, അപ്പം എങ്ങനെ പെട്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? ഇല്ല, ഞാനിത് അന്നാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ രാവിലെ ഒരു അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് ഇത് ഓർമ്മയിലില്ല, തലേന്ന് വിട്ടു. അതിൻ്റെ ശേഷം ഞാൻ മടിയിൽ ഫോൺ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അത് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ആരെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒതുക്കി മെസ്സേജ് നോക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു 10-25 കൺഗ്രാറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായോ എന്തോ കിട്ടി, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അറിയണേ, മെസ്സേജ് കണ്ടാണ് ഞാൻ അറിയണേ. പിന്നെ ഓരോരുത്തർ വിളിച്ചു. സത്യത്തിൽ ഞാൻ ഇപ്പോഴും TV-യിൽ അത് കണ്ടിട്ടില്ല. ഞാൻ TV-യിൽ കണ്ടേ ഇല്ല. ഞാൻ TV-യിലുള്ള റെക്കോർഡിങ് ഓരോരുത്തർ അയച്ചു തന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. കുട്ടുമാമ, ഞാൻ ഞെട്ടിമാമ എന്നുള്ള അവസ്ഥയായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു ഫാമിലി നിന്നൊക്കെയുള്ള റെസ്പോൺസ്? പെട്ടെന്ന് അവാർഡ് കിട്ടുന്നത്, സ്റ്റേറ്റ് അവാർഡ്. അപ്പം അമ്മയൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു? അതോ? അല്ല, ഞാനും അമ്മയും കൂടിയാണ് ഒരു സ്ഥലത്ത് പോയത്. അനിയത്തി കോളേജിലായിരുന്നു. അനിയത്തി എഞ്ചിനീയറിംഗിനാണ് പഠിക്കണേ, തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ്. അപ്പം അനിയത്തി കോളേജിലാണ്, അച്ഛൻ പുറത്താണ്. ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം. അപ്പം അമ്മയ്ക്ക് ഞാനിതെങ്ങനെയാണ് മനസ്സിലാക്കിയ വെച്ചാൽ അതിലൊരു മെസ്സേജ് ഒരു ഫോട്ടോ മെസ്സേജാണ്, ഒരു ഇമേജാണ്. അപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ ഒരു ഫ്രണ്ട് അയച്ചതാ, അതിലാണ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ സജി ചെറിയൻ സാർ ഇങ്ങനെ പറയുന്നു, സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് വണ്ടി എടുക്കുക ചെയ്തത്. അമ്മ ഞെട്ടി, അമ്മ സ്റ്റക്കായി. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ തിരുതിരാ കോളായിരുന്നു. ഒരുപാട് സന്തോഷം. അതെങ്ങനെയാ പെട്ടെന്ന് വരുമ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. ഞാനത് ഈ ഒരു പോയിന്റിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു അഭിനയ ജീവിതം തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പൂമരം എന്ന സിനിമയിലൂടെയാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പം എങ്ങനെയാണ് ശരിക്കും സിനിമയിലേക്ക് എത്തുന്നത്? ഞാൻ മഹാരാജാസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ച 3 വർഷത്തിൽ നാടകത്തിലുണ്ടായിരുന്നു. നാടകത്തിൻ്റെ മെയിൻ ലീഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഓഡീഷൻ ത്രൂ തന്നെയാണ് പൂമരത്തിൽ ചെല്ലണേ. ഞങ്ങളുടെ കോളേജിൻ്റെ അന്നത്തെ ചെയർമാൻ കലാപ്രതിഭയ്ക്കായിരുന്നു, MG യൂണിവേഴ്സിറ്റിയുടെ. നാസിൽ എന്നാണ് പേര്. നാസിൽക്ക ത്രൂ ആണ്. നാസിൽക്ക പൂമരത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ നാസിൽക്ക ത്രൂ ഒരു ഓഡീഷന് പോയിട്ട് അങ്ങനെയാണ് പൂമരത്തിൽ ചെല്ലണേ. എനിക്കൊന്ന് പൂമരത്തിലാണെങ്കിലും കാളിദാസിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കാളിദാസിന്റെ ഫസ്റ്റ് സിനിമ? കാളിദാസ് ജയറാമിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാളിദാസ് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സ്റ്റാർ കിഡിന്റെ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഭയങ്കര നൈസായിട്ടുള്ളൊരു
വ്യക്തിയാണ്. ഭയങ്കര രസമായിട്ട് ഞാൻ ചില സീനുകളിൽ എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അഭിനയിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ കാളിദാസൻ ചെയ്യണ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണേന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാവർക്കും അതൊരു സിനിമയിലുപരി നമുക്കൊരു ഫാമിലി അവേ ഫ്രം ഹോമാണ് പൂമരം ശരിക്കും. ഇപ്പം അതിലുള്ള എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പൂമരം ശരിക്കും നമുക്ക് ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഒരുപാട് നാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് നാൾ ഒരുമിച്ചുണ്ടായിരുന്നൊരു സ്ഥലമാണ് പൂമരത്തിൽ ഉണ്ടായിരുന്ന റോളിനേക്കാളും പൊമ്പളെ ഒരുമ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോൾ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്രീഷ്മയോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ എത്ര ബോൾഡായിട്ടൊരു ക്യാരക്ടർ, സുനിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പൊമ്പളെ ഒരുമയിൽ എങ്ങനെയാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഇത് ഞെട്ടിച്ചിരിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തുന്നത്? ഇതും ഓഡീഷൻ ത്രൂ ആയിരുന്നോ? അല്ല, ഇത് പൂമരം ചെയ്തത് കണ്ടിട്ട് ഷൈൻ സാറിന്റെ എബ്രിഡ് ഷൈൻ സാറിനെ പറ്റി എനിക്ക് പറയണം. പൂമരത്തിൽ ഈ പറയണ പോലെ ഒരുപാട് പേരുണ്ടല്ലോ, ഇത്രയും അധികം ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇവിടെ എന്തോ ഒരു സ്പാർക്ക് ഉണ്ട്, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്ന് സാറാണ് കണ്ടുപിടിച്ചത്. അവിടെ നിന്ന് സാർ ഒരു ദിവസം ഒരു ചെറിയ സീക്വൻസ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് സാറിനത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സാറ് വർക്ക് ചെയ്തതാണ് ആ ഒരു ക്യാരക്ടേഴ്സിൽ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മീനാക്ഷി എന്നാണ് പൂമരത്തിൽ. അപ്പോൾ സാറാണ് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി തരുന്നത്. ആ പൂമരം കണ്ടിട്ടാണ് വിപിൻ ചേട്ടൻ വിളിക്കണേ. ആക്ച്വലി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് കോമഡിയാണ്. വിപിൻ ചേട്ടൻ്റെ ഒരു ഓഡിഷന് ഒന്നിനും അല്ല. എനിക്കിപ്പോൾ ഓർമ്മയുടെ ഒരു ഉച്ചയ്ക്കാണ് ഞാൻ അമ്മയുടെ എന്തോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നു. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ, ഞാനിങ്ങനെ വിപിൻ ആറ്റ്ലിയാണ്, ഞാനൊരു സിനിമ ചെയ്യേണ്ടത്, നീ അഭിനയിക്കണം, ഞാൻ ഷൈൻ ചേട്ടൻ്റെ അടുത്ത് നമ്പർ എടുക്കണേ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കിത് യാതൊരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ആരാ? വിപിൻ ആറ്റ്ലി എനിക്കറിയാം, പേര് ഫെമിലിയർ ആണ്, പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ അതെ എന്നെ തന്നെയാണോ പിന്നെ പറഞ്ഞു ഷൈൻ സാറിന്റെ അടുത്ത് നിന്ന് നമ്പർ എടുക്കണേന്നൊക്കെ പറഞ്ഞു, അങ്ങനെയാണ് വിളിക്കണേന്നും പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ നോക്കുമ്പോൾ വിപിൻ ആറ്റ്ലി എന്നുള്ള പേര് തന്നെ വളരെ പ്രോമിസിങ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 റീസൺ ഉള്ളത്. ഒന്ന്, വിപിൻ ആറ്റ്ലി എന്നുള്ള പേരാണ്. 2, എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇതിൽ പ്രോട്ടഗോണിസ്റ്റിന്റെ റോളാണ്. അപ്പോൾ ഈ നെറേറ്റീവ് മൊത്തത്തിൽ പോകുന്നത് എൻ്റെ ക്യാരക്ടറിലാണ്. അപ്പോൾ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ. അതെ. അപ്പം ഈ സിനിമ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണെങ്കിലും ഇത് എങ്ങനെ വർക്കൗട്ട് ആക്കും ഞാൻ? കാരണം എനിക്ക് തോന്നുന്നു സുനിത എന്ന് പറഞ്ഞത് ആ സിനിമ കണ്ടവർക്കറിയാം. കാരണം സാധാരണക്കാരി ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയ്ക്കും പ്രത്യേകത. കാരണം സംശയം രോഗമുള്ളൊരു വീട്ടമ്മ, അല്ലെ സംശയരോഗമില്ല എന്നൊക്കെ പ്രൂവ് ചെയ്യണം. അപ്പം ഒരു വീട്ടമ്മ എന്ന റോളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും റെഫറൻസ് കിട്ടിയോ, അല്ലെങ്കിൽ ഇന്നൊരാളെ പോലെ റിലേറ്റ് ചെയ്ത് അഭിനയിക്കുക, അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് വരുന്നുണ്ടോ? അങ്ങനെ സത്യത്തിലില്ല. എന്താ വെച്ചാൽ പൂമരത്തിൽ ചെയ്ത ക്യാരക്ടർ എൻ്റെ ലൈഫുമായിട്ട് വളരെ അടുത്ത് നിൽക്കണ ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന വർഷമാണ് പൂമരത്തിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കോളേജ് പോലുള്ള ഒരു സ്പേസിലൊരു കലോത്സവത്തിൽ ചെന്ന് പെട്ടിട്ടുള്ള ഫീലേ ഉണ്ടായുള്ളൂ. അപ്പം ഇത് വിപിൻ ചേട്ടൻ പറയുമ്പോൾ തിരിച്ചും മറിച്ചും വിപിൻ ചേട്ടൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കണക്റ്റ് ആവുന്നില്ല. കാരണം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ഈ ട്വിസ്റ്റും ടേൺസും വെച്ചിട്ടാണ് വിപിൻ ചേട്ടൻ പറയുന്നത്. അപ്പം നമ്മൾ വിഷ്വലി കാണുമ്പോൾ നമുക്കത് കത്തും. ഇത് ഞാൻ കേൾക്കുമ്പോൾ അയ്യോ ഇതെന്തായിരുന്നു, ഇത് കഴിഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാലും ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടറാണ്. ഞാൻ സംസാരിക്കുന്ന പോലെ ഇപ്പം ഞാൻ തന്നെയാണ് അതിൽ ഡബ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ വളരെ അടുത്ത് ഉള്ള സുഹൃത്തുക്കൾ പോലും എന്താ ഞാൻ ഡബ് ചെയ്യാൻ ഞാൻ ചോദിക്കണേ. കാരണം എന്താ വെച്ചാൽ മനസ്സിലാവണില്ല. അതെ, എന്ന് വെച്ചാൽ മോഡുലേഷൻസിലെ വ്യത്യാസം, അവര് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അവർ ചെറിയ എൻ്റെ സ്ലാങ്ങിനേലും കൊച്ചു വ്യത്യാസങ്ങളുണ്ട് അതിൽ. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവമായിട്ടും നിൽക്കുന്ന രീതി, നടക്കുന്ന രീതി ഒക്കെ എല്ലാത്തിലും ഗംഭീരമായിട്ട് മാറ്റില്ലെങ്കിൽ പോലും മാറ്റങ്ങൾ വരുത്തിയത്. അതെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാലും അറിയാം. കാരണം ആ ഒരു എങ്ങനെയാണ് അതൊക്കെ സജസ്റ്റ് ചെയ്തതാണോ അതോ ലുക്ക് കാര്യങ്ങളൊക്കെ? അല്ല, നമ്മുടേത് വളരെ ചെറിയ സെറ്റായിരുന്നു. ഒരു 7 മുതൽ 10 പേര് വരെയൊക്കെയുള്ള കൊച്ചു സെറ്റായിരുന്നു. ഒന്നാമത്തേതിൽ നമ്മൾ കൊറോണ പീക്ക് ടൈമിൽ 2021 നമ്മളിത് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും മാസ്കിലാണ്, അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് തന്നെ ആകെ 7 പേരോ 5 പേരോ ഒക്കെ തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് എൻ്റെ ഒരു പരിപാടി ഞാൻ മാത്രമേ, എന്ന് വെച്ചാൽ ഞാൻ ആക്ടറാണ്, ഞാൻ ആക്ടറിൻ്റെ പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവർ ആക്ടറായിട്ടുള്ള ഇതിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ചെയ്തിട്ടുള്ള ശില്പ ആക്ടറാണ്, കൂടെ എഡിയാണ്. അതുപോലെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സാഹിദ് ഇടയ്ക്ക് എന്താ പറയുക ആർട്ടിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യും, ഇടയ്ക്ക് അവൻ എഡിയാവും, എനിക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരും ഡയലോഗ്സ്. അങ്ങനെ പലരും പലതായിട്ടാണ്. ഇപ്പോൾ ജിതീഷ് ചേട്ടനാണെങ്കിലും ഇടയ്ക്ക് മൊത്തം ഡ്രൈവ് ചെയ്തതൊക്കെ ജിതീഷ് ചേട്ടനാണെന്ന് പറയേണ്ടി വരും. പീതാംബരൻ്റെ റോൾ ചെയ്തിട്ടുള്ള ചേട്ടൻ, ലീഡ് ചെയ്തിട്ടുള്ള ചേട്ടൻ. അപ്പോൾ ഇവരെല്ലാവരും പല പരിപാടികൾ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ മാത്രമാവുന്നു
എന്റെ കാര്യം ചെയ്ത്. അപ്പോൾ ഈ ഒരു ഷൂട്ടും കോവിഡ് സമയത്തായിരുന്നല്ലോ, അപ്പൊ കോവിഡിന്റെ വെല്ലുവിളികൾ നിറഞ്ഞൊരു സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തതും. എങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെ ആയിരുന്നു? നമുക്ക് കറുകുറ്റി, തൃശ്ശൂർ എറണാകുളം ബോർഡറിലുള്ള കറുകുറ്റി അടുത്ത് മാമ്പ്ര എന്ന് പറഞ്ഞിട്ടൊരു വളരെ ചെറിയൊരു ഗ്രാമമാണ്. അത് ഭയങ്കര രസമാണ് അവിടുത്തെ. അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് ഇതിൻ്റെ ഈ ക്യാരക്ടർ ഒരു ടൈലറാണ്. അപ്പോൾ അവരുടെ തയ്യൽ കടയും അങ്ങനെയുള്ള പ്രിമൈസസ് ഒക്കെ അവിടെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഭാഗം നമ്മുടെ ഇവിടെ പാലാരിവട്ടത്തും തമ്മനം അങ്ങനെ കുറച്ച് ഏരിയ എറണാകുളത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊമ്പളെ ഒരുമയിലെ ക്യാരക്ടർ തന്നെ കിട്ടിയപ്പോൾ നമുക്കും ഭയങ്കര അഭിമാനമാണ്. കാരണം ഞങ്ങളുടെ സൈന പ്ലേയിലും ഈ സിനിമ വൻ ഹിറ്റ് ആയിക്കൊണ്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് റെസ്പോൺസസ് പൊമ്പളെ ഒരുമ എന്ന് പറഞ്ഞ സിനിമയ്ക്കും അതുപോലെ തന്നെ ശ്രീഷ്മയ്ക്കും നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഭയങ്കര ഒരു അഭിമാന നിമിഷത്തിൽ തന്നെയാണ് ഈ ഒരു ഫിലിം നമുക്ക് കിട്ടിയതിലും. അപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രീഷ്മ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു സിനിമാ മേഖല മോഹം കൊണ്ട ഒരാളാണോ, അതോ എനിക്കൊരു സിനിമാ നടിയാവണം അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന ഒരാൾ തന്നെയായിരുന്നോ? അങ്ങനെ അല്ല എന്ന് പറയണം. ഇനി ഇടയ്ക്ക് വെച്ച് ഇവിടുന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലൊരു സ്റ്റേറ്റ് കലോത്സവം വന്നിരുന്നു. അപ്പോൾ അന്ന് മോണാക്ട് ചെയ്യേണ്ട ഒരു കുട്ടി സിക്കായിട്ട് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ടീച്ചർ പെട്ടെന്ന് ഒരു മോണാക്ട് പഠിപ്പിച്ച് തന്നിട്ട്, അവിടെയുള്ള ഒരു ടീച്ചർ വിജയലക്ഷ്മി എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർ പെട്ടെന്ന് ഒരു മോണാക്ട് പഠിപ്പിച്ച് തന്നിട്ട് അന്ന് ചെയ്തു. അന്നൊരു 3rd പ്രൈസ് കിട്ടി സ്റ്റേറ്റിൽ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു വലിയ എനർജി ആയിരുന്നു. ഓക്കെ, അടുത്ത തവണ ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് അന്ന് കിട്ടി. കൂടുതൽ എങ്ങനെയാണെന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ സ്കൂള് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എറണാകുളത്ത് വന്നു. ഞാൻ എളമക്കര സരസ്വതിയിലാണ് പഠിച്ചത്, ഇവിടെ തന്നെ. അപ്പോൾ കല്ലൂരടുത്ത്. അപ്പോൾ അവിടെ വന്നിട്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തുകൊണ്ടിരിക്കണേ മോണോ ആക്ട്. ഞാൻ ഡാൻസറാണ് ബേസിക്കലി. അപ്പോൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മോണോ ആക്ട് കഷ്ടമാണ്. മേക്കപ്പ് മാറ്റണം, പിന്നെയും വീണ്ടും അടുത്ത ഇവൻറ്റിന് മേക്കപ്പ് ഇടണം, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാലും ഇതെനിക്ക് ഇഷ്ടമാണെന്ന് മോണോ ആക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഓക്കെ ഇത് കൊള്ളാം എന്ന് തോന്നിയിരുന്നു. പിന്നെ മഹാരാജസിൽ ചെന്ന് ഞാൻ അവിടെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിയേറ്റർ ക്ലബ്ബിൽ ചെന്ന് അവിടുന്ന് പിന്നെ തിയേറ്റർ ചെയ്ത് നാടകം ചെയ്ത് ഞാൻ പഠിച്ച 3 കൊല്ലവും ഒരേ നാടകമാണ് ചെയ്തത്, ഒരേ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ 3 വർഷവും ഒരുപോലെ ചെയ്ത്. അതെ 3 കൊല്ലവും. ഇപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ നാടകം ചെയ്യണ സമയത്ത് നമ്മൾ റാന്നിയാണ് പോയത്. എനിക്ക് തോന്നുന്നു ഈ കഥ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൽ രസമേ ഇല്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ റാന്നി പോയിട്ട് അവിടെ ഒരു വഴക്കുണ്ടായി, ഒരു അടിപിടി ഉണ്ടായിട്ട് നമ്മൾ അവിടെ നിന്ന് ഞങ്ങളുടെ സെറ്റ് കൊണ്ടുപോയി ലോറിയിൽ കയറി ആണ് രക്ഷപ്പെടണം എറണാകുളത്തേക്ക്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് അത് വിത്ഹെൽഡായി, കോമ്പറ്റീഷൻ്റെ റിസൾട്ട് വന്നില്ല. പിന്നെ അതിൻ്റെ അടുത്ത വർഷം നമ്മൾ അതിൻ്റെ വാശിയൊക്കെ തീർക്കാൻ വേണ്ടി നാടകം ചെയ്തു. വീണ്ടും ആ നാടകം ചെയ്തു. നമ്മൾ ഫസ്റ്റ് വാങ്ങി. അതിൻ്റെ അടുത്ത വട്ടവും ഫസ്റ്റ് വാങ്ങി. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ചേട്ടന്മാരൊക്കെ പറയുമായിരുന്നു അന്നത്തെ മുറിവ് ഉണങ്ങിയത് ഇപ്പോഴാണ്. അതെ. അപ്പൊ അങ്ങനെ അവരത് പറയുമായിരുന്നു. അപ്പൊ അത് വലിയൊരു ഫ്യൂവലാണ്, അന്നത്തത് വലിയൊരു ഫ്യൂവലാണ്. അവിടുന്ന് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അഭിനയമൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മൾ ഡാൻസിൽ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും കുറച്ചുകൂടെ അങ്ങനെ ഗ്രേസ്ഫുള്ളി അല്ലേ ചെയ്യണേ. അപ്പോൾ ഇതിൽ ക്യാരക്ടർ പഠിക്കുമ്പോൾ ഞങ്ങളെ നാടകം പഠിപ്പിച്ചത് വിജേഷ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു മാഷാണ്. വിജയ് ചേട്ടനാണ് മോളെ നീ ഫ്രീ ആയിട്ട് നിൽക്കൂ, നീ കുറച്ചും കൂടി ബോഡി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു തരുന്നത് വിജയ് ചേട്ടനാണ്. അപ്പോൾ വിജയ് ചേട്ടനില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്കിതൊന്നും കൂടുതൽ മനസ്സിലാവുന്നുണ്ടാവില്ല എന്നുള്ളത്. ഇനി അവിടെ നിന്ന് വരികയാണെങ്കിൽ അത് കഴിഞ്ഞ് പൂമരം ചെയ്യുമ്പോഴാണ് ഷൈൻ സാറാണ് ആക്ച്വലി നാടകാഭിനയവും സിനിമാഭിനയവും തമ്മിലുള്ള ഡിഫറൻസും മീറ്ററിന്റെ വ്യത്യാസവും ഒക്കെ അങ്ങനെയൊക്കെ. അതെങ്ങനെയാണ് രണ്ടും? അല്ല, ഇത് മറ്റത് കുറച്ചുകൂടി ലൗഡർ ആണ്. നാടകമാകുമ്പോൾ നമ്മളൊരു സ്റ്റേജിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ തരത്തിലുള്ള ഓഡിയൻസും ഒരുപാട് അകലേക്ക് ശബ്ദം കേൾക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള രീതിയിലാകുമ്പോൾ നമ്മൾ കുറേയും കൂടെ ലൗഡർ ആയിട്ടാണ് അഭിനയിക്കേണ്ടത്. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഒരുപാട് നാടകമൊന്നും ചെയ്തിട്ടില്ല, ഒരൊറ്റ നാടകം 3 വർഷം ചെയ്തു. 2 വർഷം ഫസ്റ്റ് അടിച്ചൊരു. അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് വന്നത്, അതായത് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആരാണ് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത്? എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമയിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് വിളിച്ചതും സംസാരിച്ചതും ഒക്കെ. കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരുമാണ് എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ അവർ ആഘോഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. എല്ലാവരും വളരെ പ്രൗഡാണെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് തോന്നുന്നു. എല്ലാവരും സന്തോഷം. ഷൈൻ സാർ വിളിച്ചിരുന്നു, ഷൈൻ സാർ വളരെ സന്തോഷം. വിപിൻ ചേട്ടനെ വിളിച്ചപ്പോൾ വിപിൻ ചേട്ടൻ കൂളായിരുന്നു. വിപിൻ ചേട്ടന് ഷോക്കില്ല, ഓവർ എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഓവർ സന്തോഷമില്ല, ഞാനിത് പറഞ്ഞതല്ലേ, അതായിരുന്നു വിപിൻ ചേട്ടൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നത്. സെറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ കോവിഡ് ആയിരുന്നു, അപ്പം അതിൻ്റെതായ എന്തെങ്കിലും ലിമിറ്റേഷൻസോ? ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കോവിഡ് സമയത്തായിരുന്നു നമുക്ക് അധികം
എന്താ പറയുക, നമ്മൾ വളരെ ചെറിയൊരു പ്രൊഡക്ഷൻ ഡിസൈനിലാണ് നമ്മളിത് ചെയ്യണേ. കോവിഡാണ്, ഇതെല്ലാം കൂടെ കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു ഫിലിം സെറ്റിനെ പോലെയുള്ള സ്വഭാവമുള്ള സെറ്റായിരുന്നില്ല. ഞാനുണ്ട്, വിംജാനുണ്ട്, പിന്നെ ക്യാമറ ചെയ്യുന്ന 2 പേരുണ്ടാവും. ഇനി അന്ന് ആ സീനിലുള്ള ആരെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവരുണ്ടാവും. ജിതിഷേണ്ണ ഉണ്ടാവും മെയിൽ ലീഡായിട്ടുള്ള. പിന്നെ അങ്ങനെ മറ്റ് ശില്പ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മുടെ അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുണ്ടായിരുന്നത് ശിവൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്, ചാലക്കുടിയിലുള്ളത്. അപ്പോൾ ചേട്ടനുണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഫ്രെഡി ചേട്ടനുണ്ടാവും, ഞങ്ങൾ പ്രൊഡ്യൂസറാണ്. ഇടയ്ക്ക് ജിനി ചേച്ചി ഉണ്ടാവും, കോ റൈറ്ററാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സമാധാനമുള്ള സ്ഥലമാണ് നമ്മുടെ സീൻ. നമ്മൾ വളരെ സമാധാനമായി ചെയ്യുന്നു. അധികം യൂണിറ്റിൻ്റെ ബഹളം അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തിപ്പുറത്തുള്ള അടുത്തുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ സിനിമയാണ് ചെയ്യണേന്ന് മനസ്സിലാവണില്ല. നമ്മളൊരു കൊച്ചു ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണം, നമ്മൾ 1-2 പേരുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് കോസ്റ്റ്യൂം ഇട്ട് വരും. ഞാൻ രാവിലെ വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കോസ്റ്റ്യൂം ഇട്ട് വരും. പിന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ്, ചില ദിവസങ്ങളിൽ നിറയെ ചേഞ്ച് ഉണ്ടാവും. അപ്പം നമ്മൾ ആ വീട്ടിൻ്റെ തന്നെ ഒരു റൂമിലാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് എന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒന്നും പറ്റില്ല എന്നുള്ള പോലെ. എനിക്ക് തോന്നുന്നു ഇപ്പം അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്റർവ്യൂസിന്റെ ഒക്കെ ഇതിലാണോ അതോ എങ്ങനെയാണ്? അതെ, അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ, പിന്നെ ഞാൻ സ്കൂളിങ് ചെയ്തത് മുതൽ ഡിഗ്രി കഴിയുന്നത് വരെ എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഞാൻ എറണാകുളത്ത് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇവിടെയാണ്. എനിക്ക് വീടിൻ്റെ അടുത്തൊന്നും, ഞാൻ തൃശ്ശൂരാണ് നാട്, കൊടകര അടുത്താണ്. അപ്പോൾ അവിടെ ചുറ്റിനും എനിക്ക് സത്യത്തിൽ കൂട്ടുകാരില്ല. അതൊരു ഭയങ്കര രസമായിട്ടല്ല ഞാൻ പറയണേ, കൂട്ടുകാരില്ല, കഷ്ടമാണത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് അവിടെ അടുത്ത് പരിസരത്തുള്ള കൂട്ടുകാർ, എൻ്റെ കൂടെ 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള, ഞാൻ അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കൂട്ടുകാർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ അവിടെയുള്ള കൂട്ടുകാർ. അപ്പോൾ അധികം ആർക്കും എന്നെ അറിയില്ല, 1. 2, ഞാൻ സിനിമ ചെയ്യുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, അത് വേറെ കാര്യം. ഞാൻ രഹസ്യമായിട്ടാണ് അപ്പോൾ ഞാൻ വന്ന് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എല്ലാവരും വന്നിട്ട് ഇത് അറിഞ്ഞില്ലല്ലോ മോളേന്നാണ് എല്ലാവരും പറയണത്. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാനുള്ള എല്ലാ ഫ്രണ്ട്സും ഇപ്പോൾ ഫാമിലിന്നാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്, അവരവരുടെ സ്ഥലങ്ങളിൽ ചെലവ് കൊടുക്കേണ്ട അവസ്ഥയിലുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. എൻ്റെ ആൻറ്റി ടീച്ചറാണ്, കോട്ടയത്താണ്. ആൻറ്റി പറഞ്ഞു, ഫാമിലി ഗ്രൂപ്പിൽ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സ്കൂളിൽ ഞാൻ ലഡു വിതരണം ചെയ്തു എന്നൊക്കെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തിലാണ്, കാരണം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളുടെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണിത്. അതിന്റെ ഹാപ്പിനെസ് എനിക്കുണ്ട്. എന്തായാലും നമുക്കൊരു ചലഞ്ചിലേക്ക് പോയാലോ? ഞാൻ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് സിനിമയിലെ ഡയലോഗ്സ് ശ്രീഷ്മേനെ കേൾപ്പിക്കും. അത് ഏത് സിനിമയാണെന്ന് ശ്രീഷ്മ കേട്ടിട്ട് പറഞ്ഞാൽ മതി. ഞാൻ തോൽക്കാനാണ് വഴി നോക്കാം. തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം കറക്റ്റ് ആക്കി എളുപ്പമുള്ള സിനിമകളാണ്. അപ്പം കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. പഴയ സാധനങ്ങളായിരുന്നു. ഏതാണ് സിനിമ? ഇത് പഞ്ചാബി ഹൗസ് ആണോ? അല്ല, എനിക്കൊരു ചാൻസ് കൂടി തരുമോ? ഒരു ചാൻസ് കൂടെ കൊടുക്കാണ്. പറഞ്ഞോ. മറ്റേ ആശാന്റെ കാലുടിഞ്ഞതല്ലേ? അല്ല, അതുപോലെ. അപ്പൊ ഞാൻ തോറ്റു. കിട്ടണില്ല. ഫ്രണ്ട്സ് ആണോ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ആണോ പഞ്ചാബി ഹൗസ് ആണോ എന്നുള്ള സംശയമായിരുന്നു. എന്തായാലും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നീ രണ്ടാമത്തെ. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. പുലിവാൽ കല്യാണം. ഇത് കല്യാണരാമൻ. പണിഷ്മെന്റ് എടുക്കണം. അയ്യോ, എന്റെ മനസ്സിൽ കല്യാണരാമനായിരുന്നു. പണിഷ്മെന്റ് കൂടെ എടുക്കും. ഞാൻ എന്തായാലും കൊണ്ടുവന്നല്ലേ, അപ്പൊ പണിഷ്മെന്റ് കൂടെ എടുക്കണം. ഈശ്വര, എത്ര ബുദ്ധിയില്ലാത്തവളാണോ എന്ന് ആൾക്കാർ വിചാരിക്കുമല്ലോ. ഓക്കെ, രാംശ്രാജ്. അപ്പം ഒരു ഏതെങ്കിലും ഒരു സിനിമ മനസ്സിൽ ഓർത്ത് അഭിനയിക്കുക, എന്നെ കൊണ്ടത് പറയിക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു ടാസ്ക് ആണ്. ഞാൻ കല്യാണരാമൻ എന്നാ വിചാരിച്ചു. ശരി, എന്നാലും സാരമില്ല. താമര. താമര ആടുന്നു. പൂവ്. പൂവാടുന്നു. പൂമരം. ഇതിലും എളുപ്പത്തിൽ ഞാൻ എന്ത് ചോദിക്കും? ഞാൻ സിനിമ. പൂമരം. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇനി അടുത്തത്. ഞാനൊരു നോണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്.
ഞാൻ ഭ്രാന്തന്മാരും ഇപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞു വൺ മാൻ ഷോ. കറക്റ്റാണ് വൺ മാൻ ഷോ. അടുത്തത് ടെൻഷനായിട്ട് ഞാൻ അറിയുന്നത് പോലും തെറ്റിക്കുന്നു. കറക്റ്റ് ആക്കി. അടുത്തത് എന്റെ പണിഷ്മെന്റ്സ് കൂടി എടുക്കണം. മോനെ ഇതാണ് പൊറോട്ട ഇറച്ചി. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങൾ ജർമ്മനിയിൽ കിട്ടൂല. എനിക്കറിയില്ല. കിട്ടണില്ല. ഇല്ല. അപ്പൊ എന്റെ പണിഷ്മെന്റ് സ്റ്റഡി. അതെന്തായിരുന്നു? പച്ചക്കുതിര. പച്ചക്കുതിരയിലെ ഡയലോഗാണ്. ശരി ശരി. ടങ് ട്വിസ്റ്റ്. ടങ് ട്വിസ്റ്റർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരെണ്ണം തരാം. അതൊരു 3 times പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, അതെനിക്കും ഒരു ടാസ്ക് ആയല്ലോ. ഓക്കെ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. 3 തവണ. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. ഒരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. ഒന്നുകൂടി. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു തരി ചെറു കുരുമുളക് ഉരുളും. എന്നാലും കഷ്ടപ്പെട്ട് കുഴപ്പമില്ല. ഇനി അടുത്തത്. അല്ല ചേട്ടാ, ഞാൻ ഒരു 100 പ്രാവശ്യം ഈ ബാലനോട് പറയണേ പിരിവിട്ട് വാങ്ങിച്ചപ്പോൾ തുപ്പലേക്കിരുന്നു. അപ്പൊ നീ ബോൾ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ എനിക്ക് സ്വിംഗ് കിട്ടുള്ളൂ. എനിക്ക് തുപ്പലിട്ടാൽ എനിക്ക് ഗ്രിപ്പ് കിട്ടും. നിനക്ക് സ്വിംഗ് തുടങ്ങി എനിക്ക് ഗ്രിപ്പ്. ഓർമ്മയില്ല. കിട്ടണില്ല. ഗോതയാണ്. ഗോതയിലെ ഡയലോഗാണ്. ഇന്ന് പണിഷ്മെന്റ് എല്ലാം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓഫ് ക്യാമറ ആണെങ്കിൽ ഇതൊക്കെ ചിലപ്പോ പറഞ്ഞേ. ക്യാമറയുടെ സോങ് പാടിക്കോളൂ. നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം. 2 വരി പാടാം. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികെ ഒഴുകി ഞാൻ. അങ്ങനെ എല്ലാ ട്യൂണ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഇനി ലാസ്റ്റത്തെയാണ്. ഓക്കെ. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? മുറിയിൽ ഒരു ചെടി വളർത്തുന്നതിലൂടെ ജീവന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുകയാണ്. അടികപ്പിയാരെ കൂട്ടമണി. ചെടിയാണ് അതിന്റെ ക്യൂ. കറക്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് എൻ്റെ ചലഞ്ചൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനിയിപ്പം എനിക്ക് ശ്രീഷ്മയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഒരു മലയാളം ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡസ്ട്രിയിലുള്ള മൊത്തം ഇൻഡസ്ട്രീനെ മോശമാക്കിക്കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞത് മലയാള സിനിമ മൊത്തം ബാധിച്ചിരിക്കുകയാണ്. അപ്പം തുടക്കക്കാരിയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ശ്രീഷ്മ. ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടായിരിക്കുന്നു. ഇപ്പം സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലൊരു നല്ലൊരു ആളായിട്ട്, അതായത് നമുക്ക് ഇനിയും പ്രോമിസിങ് ഒരു ആക്ട്രസ് ആയിട്ട് വരേണ്ട ഒരാൾ കൂടിയാണ് ശ്രീഷ്മ. അപ്പം ഈ ഒരു റിപ്പോർട്ടിനെ ഇപ്പോൾ കേട്ട് കാണും. അതിനെങ്ങനെയാണ് ശ്രീഷ്മ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ചെന്ന് പെട്ടിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വളരെ സേഫും സെക്യൂറായിട്ടുള്ള സെറ്റുകളായിരുന്നു. എല്ലാം സന്തോഷമായിട്ട് ചെയ്ത് വന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ പറയുവാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ, അതിനൊക്കെ എന്തെങ്കിലും ഒരു അത് കോൺഷ്യസ് ആവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എന്താ പറയുക, എല്ലാവരും സെക്യൂറായിട്ടും സേഫായിട്ടും എല്ലാ ജെൻഡറിനും ഒരുപോലെ വരാൻ പറ്റട്ടെ. എല്ലാ അവസരങ്ങളും സേഫ്റ്റിയും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി ഏതൊക്കെ റോളുകൾ ചെയ്യാനായിട്ടാണ് ശ്രീഷ്മയ്ക്ക് ആഗ്രഹമുള്ളത്? എനിക്ക് അങ്ങനത്തെ ഒരു റോള് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഏത് റോള് ചെയ്യണം എന്നായിരിക്കും? എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണേ, കുറച്ചുകൂടെ എന്താ പറയുക, കരയാനൊക്കെ എനിക്ക് എളുപ്പം തോന്നുന്നു. എൻ്റെ വിചാരമാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിഷമിക്കാൻ ഇപ്പം ഞാൻ നാടകം ചെയ്തപ്പോൾ ഒക്കെ നിറയെ കരയായിരുന്നു. കരയുക, വിഷമിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓക്കെയാന്ന് തോന്നുന്നു. അതല്ലാതെ കുറച്ചുകൂടെ സട്ടിലായിട്ട് കുറച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ക്യാൻഡിഡ് ആയിട്ടൊരു നല്ല വളരെ ഗേളി ആയിട്ടുള്ള ഫോട്ടോസൊന്നും കിട്ടാറില്ല. ഞാൻ ഭയങ്കര ലൗഡറായി സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം സട്ടിൽ പരിപാടികളൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അഭിനയിക്കണ നേരത്തും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കുറച്ചുകൂടെ സട്ടിലായിട്ടുള്ള
അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ഇപ്പോൾ റൊമാൻസ് ഒക്കെ അഭിനയിക്കാൻ ഇപ്പോൾ ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഭയങ്കര റൊമാൻറ്റിക് വീഡിയോ ആണത്. അതിലിങ്ങനെയാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒരു കംഫർട്ട് ലെവൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊളാക്കി കളയും. അങ്ങനെയുള്ള അതെ 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 അങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ ഡാൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം അഭിനയത്തിൽ അതെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എൻ്റെ മനസ്സിലാക്കലാണ്, ഡാൻസിന്റെയും നാടകത്തിന്റെയും സിനിമയുടെ അഭിനയം മൂന്നായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല, എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഡാൻസിന്റെ ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഭിനയമാണ്, എന്നാൽ അത് നാടകത്തിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലൗഡർ ആയിട്ടുള്ള അഭിനയമാണ്. ഇപ്പോൾ ഞാൻ വിജയശേഖരൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. നടക്കാനും നിൽക്കാനും ഒക്കെ പഠിപ്പിച്ചത് വിജയശേഖരനാണെന്ന് പറയേണ്ടി വരും. കാരണം നമുക്കൊരു 1.5 മാസത്തെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നാടകം ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ വർഷത്തിൽ. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഫുള്ള് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നടക്കുക, സ്റ്റേജ് മൊത്തം നടക്കുക, ഓഡിറ്റോറിയം മൊത്തം നടക്കുക. ഇപ്പോൾ ഞങ്ങളുടെ മഹാരാജിലെ ആ ഓഡിറ്റോറിയം ഇപ്പോൾ ഇല്ല, പുതിയ ഓഡിറ്റോറിയമാണ് ഉള്ളത്. അപ്പോൾ ആ ഓഡിറ്റോറിയം മൊത്തം നടക്കുക, വോയിസ് എക്സസൈസസ് ചെയ്യുക. നാടകം ചെയ്യണ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, അത് തിയേറ്റർ ചെയ്യുന്ന എല്ലാവർക്കും. അപ്പോൾ പലതരത്തിലാണ് നാടകം ഉള്ളത്. അതിൻ്റെ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീറ്ററാണ് സിനിമയിൽ വരുമ്പോൾ. വിഭജനാണെങ്കിലും അധികം പറയും അത്രയും വേണ്ട, ഷൈൻ സാർ ആണെങ്കിലും അതെ കേട്ടോ, അത്രയും വേണ്ട, അത്ര ലൗഡറായി പോകണ്ട, കുറച്ചുകൂടെ കുറയട്ടെ എന്ന് എല്ലാവരും. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലുള്ള ആളുകളും, ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട് അത് ഇനി വരാനുള്ള. അപ്പോൾ ഇതിലെല്ലാവരും ഒരുപോലെ പറയുന്നത് അത്രയും വേണ്ട, കുറച്ചോ എന്നുള്ള പോലെയാണ്. അപ്പം നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ സട്ടിലായിട്ട് മതി എന്നുള്ള, നാച്ചുറലായി ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? ഇപ്പോൾ പൂമരത്തിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പൊമ്പളെ വരുമ്പോൾ ഏതായിരുന്നു ഫസ്റ്റ് ഷോട്ട്? ഭയങ്കര ക്ലാപ്പൊക്കെ കിട്ടിയ ഏറ്റവും ആദ്യത്തെ ഷോട്ട് അല്ല ഓർമ്മയുള്ളത്. ഏറ്റവും ആദ്യം റെക്കഗ്നൈസ് ചെയ്ത ഒരു സീൻ ആണ് അത്. പൂമരം കണ്ടിട്ടുണ്ടെങ്കിൽ പൂമരത്തിൽ കിളി എന്നാണ് എൻ്റെ കൂടെയുള്ള പയ്യൻ്റെ, സത്യത്തിൽ കിളി എന്നാണ് ഞങ്ങളും വിളിക്കണം, എൻ്റെ കോളേജിലുണ്ടായ പയ്യനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അത് സാർ വെറുതെ രസത്തിനാണ് ആദ്യം ചെയ്യിപ്പിച്ച് നോക്കിയത്. സാറിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ അതിൽ വർക്ക് ചെയ്തത്. അന്ന് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സെറ്റിലുണ്ടായിരുന്ന എന്താ പറയുക, എല്ലാവരും വരുന്നു, ഈവൻ കാളിദാസൻ വരെ വന്നിട്ട് അടിപൊളിയായി എന്ന് പറയുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്നെ അറിയാത്തവർ പോലും ആ സീൻ കഴിഞ്ഞിട്ടാണ് വന്നിട്ട് രസമായിരുന്നു, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതാണ് എൻ്റെ മെമ്മറിയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഇത്. ഫസ്റ്റ് ഷോട്ട് അതല്ല കേട്ടോ, വേറെന്തോ. ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആയതും എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഷോട്ട്. നമ്മൾ സെപ്റ്റംബറിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണേ പൂമരത്തിന്റെ, ഒക്ടോബർ 2 എന്തോ ആണ് ഈ സീൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഒരു 1 മന്തിന് ശേഷമാണ് എനിക്ക് ആ സെറ്റിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഒക്കെ വന്നത്. എനിക്കൊന്ന് ഈ ഡാൻസ് ഒക്കെ പഠിക്കുന്നവരാണ്, എനിക്ക് തോന്നുന്നു മുദ്രകൾ അതുപോലെ തന്നെ നവരസങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു 2-3 രസങ്ങളൊന്ന് കാണിക്കുകയാണെങ്കിൽ ലൈവായിട്ട് നവരസങ്ങളൊന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന്. ടാസ്ക് അല്ല, ഡാൻസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റ് അത് വളരെ ഫേസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഡാൻസേഴ്സിന് ആ ഒരു കഴിവും ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള സങ്കടം കാണിക്കാം ആദ്യം. ഓക്കെ, ഞാൻ അത്രയും അടുത്ത് കാണിക്കാമല്ലോ അല്ലേ? മതി എൻ്റെ അടുത്ത് കാണിച്ചോളൂ. സങ്കടം, എനിക്ക് തന്നെ സങ്കടം. ഇങ്ങനെ ഇരിക്കാം. അടുത്ത സങ്കടത്തിൽ നിന്ന് ശൃംഗാരം കാണിക്കാം. ശൃംഗാരം ഫുള്ളി ശൃംഗാരമായിട്ടുള്ള എന്തെങ്കിലും സ്നേഹമുള്ള ആളെ നോക്കണ ആയിട്ട് കാണിക്കാം. സ്നേഹം തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു. തോന്നി. ഓക്കെ, എന്താ? രൗദ്രം. ബീവത്സം, ഭയാനകം, ശാന്തം, ശൃംഗാരം, കരുണം. ഇനി ഏതൊക്കെ? കൊള്ളാം, മതി, അത്ര രസം മതി, എനിക്ക് തീരെ രസമില്ല. ഞാൻ മറ്റേ ഇതാണ്, എന്താണ് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച രസങ്ങളൊക്കെ ചെയ്യണം.
അതുകൊണ്ട് ഈ രസങ്ങളൊന്നും എനിക്കറിയില്ല. ഇനിമേ എന്ത് രസമായിട്ടാണ് ചെയ്തത്. താങ്ക് യു. നല്ല ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പെട്ടെന്ന് ഷിഫ്റ്റ് ആകുക എന്നൊക്കെ പറയുന്നത് ഗ്രേറ്റ് ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്? ഇപ്പം തൽക്കാലം ഒന്നുമില്ല. 1-2 പേര് വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ആരോടും പറയാണ്ട് സിനിമ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇത് അറിഞ്ഞു വരുന്ന എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പൊ എന്താണ് ഈ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുവാണോ അതോ ചാൻസസ് ഒക്കെ ചോദിക്കാൻ മടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? സത്യത്തിൽ ഇനീഷ്യലി ഞാൻ കുറച്ച് കോൺഫിഡൻസ് ലാക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ ചുറ്റിനുള്ള ഇപ്പോൾ പൂമരം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞങ്ങളുടെ ടീച്ചറാണ് രോഹിണി എന്ന് പറഞ്ഞിട്ട്, രോഹിണി മിസ് പൂമരത്തിലുണ്ട്, നമ്മുടെ ടീച്ചറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. മഹാരാജസിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ രോഹിണി മിസ് വിളിച്ചിട്ട് പറയുമായിരുന്നു, ഞങ്ങളുടെ നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് രോഹിണി മിസ് ഏത് നാട്ടിലാണ് നാടകമെങ്കിലും വരും കേട്ടോ, ഞങ്ങൾ ഒപ്പം നിന്ന് അങ്ങനെ ചെയ്യുന്ന മിസ്സാണ്. അപ്പോൾ രോഹിണി മിസ് പറയായിരുന്നു, മോളെ എന്തെങ്കിലുമൊക്കെ റെക്കഗ്നേഷൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിയില്ലായിരുന്നു എന്നുള്ള പോലെ. അപ്പോൾ എൻ്റെ കൂടെയുള്ള എടുത്തു പറയാനാണെങ്കിൽ നാടകം ചെയ്യാൻ വേണ്ടി കൂടെ നടന്നിട്ടുള്ള എല്ലാ മഹാരാജാസുകാർക്കും എല്ലാ കൂട്ടുകാരൊക്കെ വളരെ പ്രൗഡാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ പൊമ്പിളയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പൊമ്പിളയിൽ എനിക്ക് റെക്കഗ്നിഷൻ വന്നു എന്നുള്ളത് ആണ് ഉള്ളത്. പക്ഷെ ഞാനത് കാണുന്നത് എങ്ങനെയാ വെച്ചാൽ എല്ലാവരുടെയും കൂടിയുള്ള ഭീകരമായിട്ടുള്ള കളക്റ്റീവ് എഫേർട്ടാണിത്. എനിക്കത് എടുത്തെടുത്ത് പറയേണ്ടത് എങ്ങനെയാണെന്ന് സത്യത്തിൽ അറിയില്ല. അതെ അതെ അതെ. ഇപ്പം എല്ലാവരും ഇപ്പം ഷൈൻ സാർ ആണെങ്കിലും ഈക്വലി സപ്പോർട്ടീവ് ആണ്. എല്ലാവരും തന്നെ കേട്ടോ, എല്ലാവരും തന്നെ. ഇപ്പം എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ആണെങ്കിലും വളരെ ഹാപ്പിയാണ്. ഞാൻ ഒളിച്ചു പോകുന്ന ആളായതുകൊണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു സിനിമയിൽ എത്തി 6 വർഷത്തെ ജേർണി തന്നെയാണ്. അപ്പം ഇനി ഫ്യൂച്ചറിൽ സിനിമയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അപ്കമിങ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് ശ്രീഷ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഡെഫിനറ്റ്ലി ധൈര്യം കണ്ടെത്തുക. എനിക്ക് ഇച്ചിരി ധൈര്യം കുറവുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ഇനീഷ്യലി. ഞാൻ പൂമരത്തിലെത്തുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നാസിൽക്ക ത്രൂ ആണ് ഓഡിഷൻ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ശേഷം ഈ പറഞ്ഞ പോലെ വിപിൻ ചേട്ടൻ നേരെ വിളിക്കുകയായിരുന്നു. പിന്നെ നമുക്കറിയുന്ന ടെക്നീഷ്യൻസ് ത്രൂ ഉള്ള ഓഡീഷൻസിനാണ് ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ഓഡീഷൻസ് വളരെ കുറവേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അയച്ചിട്ടുള്ളതും കുറവാണ്. അത് എന്താ പറയുക, ഇച്ചിരി ധൈര്യം കുറവുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നിട്ടൊരു സീൻ ചെയ്യാൻ പറയുവാണെങ്കിൽ അതിൽ ധൈര്യമുണ്ട്. അത് ചെയ്ത് കാണിക്കാനൊരു എന്താ പറയുക ധൈര്യമുണ്ട്. എനിക്കിപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, എന്തെങ്കിലും ഇനി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇനി ഡെഫിനറ്റ്ലി അധികം ഓഡീഷൻസിന് അയക്കും. ട്രൈ ചെയ്തുകൊണ്ടിരിക്കാന്ന് തന്നെയാണ്. അതെ അതെ അതെ. ഇനിയും ട്രൈ ചെയ്യുക, ഇനിയും ഓഡീഷൻസ് തന്നെ കൊടുക്കണം ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ഒരുപാട് ധൈര്യമുള്ള കുട്ടികളുണ്ട്, ആഗ്രഹമുള്ളവരും ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും എന്താ പറയുക, അച്ചീവ്മെന്റ്സ് മാത്രമല്ല, അവരൊരുപാട് സിനിമകളും ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ മികച്ച സഹനടിയിൽ നിന്നും മികച്ച നടിയിലേക്കും അതുപോലെ ജേർണി തന്നെ ഇനി ഗ്രാഫ് ഉയരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആതിര, താങ്ക് യു.